പള്ളിയിലച്ഛനായ മാർ അപ്രയും അമ്പലത്തിൽ കലിതുള്ളി തീവ്ര ഹിന്ദുത്വവാദികൾ, വർഗീയവാദികൾ. അദ്ദേഹം അങ്ങനെ കയറാൻ പാടില്ല, അമ്പലത്തിന്റെ പുരസ്കാരം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കോടതിയിലേക്ക്. കോടതി എന്തു പറഞ്ഞു എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ ഈ മഹാനായ പിതാവിന്, ഓർത്തഡോക്സ് സഭയുടെ പിതാവിന് കാലിൽ തൊട്ട് നമസ്കാരം പറയുന്നു. അമ്പലത്തിന്റെ എന്താ പറയുക, ആതിഥ്യം സ്വീകരിക്കാനും ആ സമ്മാനം മേടിക്കാനും അദ്ദേഹത്തിന് തോന്നിയ വലിയ മനസ്സിനും അത് കൊടുക്കാൻ നമ്മുടെ അമ്പല കമ്മിറ്റിക്കാർക്ക് തോന്നിയ നന്മയുള്ള ബഹുസ്വരതയുടെ മനസ്സിനും ഒരു സാധാരണ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് നിലയിൽ പ്രണാമം അർപ്പിക്കും. പള്ളിയിലച്ഛൻ അമ്പലത്തിലെപ്പോ എന്തു പറ്റി? നമുക്കെല്ലാം സന്തോഷമാണ് ഉണ്ടാകുന്നത്, പക്ഷേ നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുത്വവാദികൾക്ക്, തീവ്ര വർഗീയവാദികൾക്ക് അത് ഭയങ്കര ദേഷ്യം. ക്ഷേത്രത്തിൽ ക്രിസ്ത്യൻ പുരോഹിതൻ അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് സംഭവം. പ്രവേശിച്ചതിൽ ആചാര ലംഘനമില്ലെന്ന് ഹൈക്കോടതി. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ക്രിസ്ത്യൻ പുരോഹിതൻ പ്രവേശിച്ചതിൽ ആചാര ലംഘനമില്ലെന്ന് ഹൈക്കോടതി. ഓർത്തഡോക്സ് സഭ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രയം ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതിൽ ക്ഷേത്രോപദേശ സമിതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ഏതോ തീവ്ര ഹിന്ദുത്വവാദി കൊണ്ട് കൊടുത്തതാണ്. തന്ത്രിയുടെ അനുമതിയോടെയുള്ള പ്രവേശനം ആചാര ലംഘനമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തിരുവല്ല വളരെ വളരെ സൗഹാർദ്ദപരമായ, സന്തോഷകരമായ, മനസ്സിന് കുളിർമ നൽകുന്ന വാർത്തയാണ്. സുപ്രധാന നിർദ്ദേശവുമായി ഹൈക്കോടതിയുടെ സുപ്രധാന നിർദ്ദേശം അതായത് എല്ലാ മതവിശ്വാസങ്ങളിൽ പെട്ടവരുടെയും ക്ഷേത്രപ്രവേശനം തടയുന്ന ചട്ടം കാലാനുസൃതമായി പരിഷ്കരിക്കണം. നിയമങ്ങൾ സാമൂഹിക ഐക്യം തകർക്കരുത്, സാമുദായിക ഐക്യം തകർക്കരുത്. അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓർത്തഡോക്സ് സഭ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സഖറിയാസ് മാർ അപ്രേമിന് പാദത്തിൽ തൊട്ട് നമസ്കാരം അർപ്പിക്കുന്നു. പ്രവേശന സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തു. എന്തൊരു തീവ്ര മനസ്സിൽ ഗോഡ്സെ ഉള്ളവന്മാരായിരിക്കും കൊടുത്തത്! എത്രമാത്രം തീവ്ര വർഗീയവാദികളും തീവ്ര ഹിന്ദുത്വവാദികളും ആയിരിക്കും അത് കൊടുത്തത്. സംഭവം ബഹുമാനപ്പെട്ട തന്ത്രിയുടെ, ദേവന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയുടെ അനുമതിയോടുകൂടി ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ എല്ലാരെയും ഉൾക്കൊള്ളാനും മതസൗഹാർദ്ദത്തിന്റെയും ബഹുസ്വരതയുടെയും സന്ദേശം നൽകാനൊക്കെയാണ് ചെയ്തത്. ഇതാണ് സ്വാമി അയ്യപ്പൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായ മുസ്ലിമായ വാവരെയും ക്രിസ്ത്യാനിയായ വെളുത്തെയും ചേർത്ത് പിടിക്കുന്നതും ആലിംഗനം ചെയ്യുന്നതും. ഇന്ത്യയുടെ സംസ്കാരം അതാണ് ആർഷഭാരത സംസ്കാരം. അല്ലാതെ ഇവർ പറയുന്ന പോലെ വർഗീയ ആഭാസമല്ല. അപ്പോ വളരെ സന്തോഷം. പാർത്ഥസാരഥിക്കും, പാർത്ഥസാരഥിയുടെ ദേവനും പാർത്ഥസാരഥി അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും ആ ക്രിസ്ത്യൻ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പള്ളിയിലച്ഛൻ ഏറ്റവും നന്മയുള്ള പരിശുദ്ധമായ ബൈബിൾ ലോകത്തിലേക്ക് എത്തിക്കുന്ന ആ മഹത്തരമായ ക്രിസ്ത്യൻ പുരോഹിതനും അവിടേക്ക് എത്തിയതിൽ സന്തോഷം. അദ്ദേഹത്തിന്റെ മഹത്വമാണ് അദ്ദേഹം അവിടെ വന്ന് അത് സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് കാണിച്ചത്. അദ്ദേഹത്തിന് അത് കൊടുക്കാൻ, അദ്ദേഹത്തിന് ഒരു പോസിറ്റീവായിട്ട് അവിടെ സ്വീകരിക്കാൻ കാണിക്കുന്നതും മറ്റും നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും 1900 ഈ വെറും ടെക്നിക്കാലിറ്റി പറഞ്ഞാണ് അവർ പറയുന്നത്. ആ ടെക്നിക്കാലിറ്റിക്കൊന്നും ഒരർത്ഥവും ഇല്ല. നമ്മുടെ ഹൈക്കോടതി ഏറ്റവും പോസിറ്റീവായ നിലപാടാണ് അത് സ്വീകരിച്ചത്. അത് വളരെ അഭിമാനകരമാണ്, അത് വളരെ പോസിറ്റീവാണ്. അത് നമ്മളെ എല്ലാം എന്താ പറയണേ, ആവേശം കൊള്ളിക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ നാടിന്റെ അഭിമാനവും ഐക്യമാണ്. മനോരമയിലും ഏഷ്യാനെറ്റിലും എല്ലാ പ്രമുഖ ചാനലിലും ആ വാർത്ത വന്നിട്ടുണ്ട്. മാർ അപ്രയും അവർക്കും നമ്മുടെ ആ ക്ഷേത്ര കമ്മിറ്റിക്കും വലിയ രീതിയിൽ നന്ദി പറയുന്നു. നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എനിക്കൊക്കെ ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം പള്ളികളിലും പോകാൻ ഒരുപാട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പറയണേ, വിശ്വാസങ്ങളെ അതിന്റെ പവിത്രതയിൽ ഉൾക്കൊണ്ട് തന്നെ ബഹുസ്വരതയും സാമുദായിക സൗഹാർദ്ദവും മതസൗഹാർദ്ദവും ഒക്കെ ഒരുമിച്ച് നിർത്താൻ നോക്കണം. അപ്പോൾ വളരെ നന്മയുള്ളൊരു കാര്യമാണത്. ആ നന്മയെ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് ഹിന്ദു സംസ്കാരവും ക്രിസ്ത്യൻ സംസ്കാരവും മുസ്ലിം സംസ്കാരവും വിശ്വാസികളും ഇനിയും വിശ്വാസം ഇല്ലാത്തവരും ഒരുമിച്ച് നിൽക്കേണ്ടത്. മാർ അപ്രേമിനും ആ ക്ഷേത്ര ഭാരവാഹികൾക്കും നമസ്കാരം പറയുന്നു. ഈ തീവ്ര ഹിന്ദുത്വം തീർച്ചയായിട്ടും പാടില്ല. ഹിന്ദുത്വവാദികളോട് നമുക്ക് സംവദിക്കാം, നമുക്ക് എൻഗേജ് ചെയ്യാം, തർക്കിക്കാം. RSSകാരോട് ഒന്ന് രണ്ട് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തോടുള്ള മനോഭാവത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ തീവ്ര ഹിന്ദുത്വം, തീവ്ര ഇസ്ലാമിസം പോലെ, തീവ്ര ക്രിസ്ത്യൻ വാദം പോലെ അപകടകരമാണ്. ഇത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. അതിനെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നു. അതിന്റെ സംഘാടകർക്ക് അഭിനന്ദിക്കുന്നു. ആരാണെന്നൊന്നും വ്യക്തമല്ല. ആ അമ്പലത്തിന്റെ സംഘാടകരാണെന്നാണ് മനസ്സിലാകുന്നത്. അതാണ് അയ്യപ്പന്റെ പാത, അതാണ് ഭാരതത്തിന്റെ പാത, അതാണ് മനുഷ്യത്വത്തിന്റെ പാത. ജയ് ഹിന്ദ്.